അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. കഴിച്ചോളൂ ഐസ്ക്രീം. ഐസ്ക്രീം കുടിക്കാൻ കൊല്ലം വരെ വന്ന 3 പീനട്ട് പട്ട. ചെറുതായിട്ട് പീനട്ട് കടിക്കാനും കിട്ടുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാലും ബജികൾ. ചൂടൂടെ ഉണ്ടായിരുന്നേ പൊളിച്ചന്. ടെസ്റ്റ് ചെയ്ത് കഴുകി ഇങ്ങനെ കണ്ടില്ലേ. ഇത് സോസ്, അപ്പുറത്ത് മറ്റേ എരിക്കറി, രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ഐസ്ക്രീമും കുടിച്ച് ഇങ്ങനെ വന്നപ്പോൾ കണ്ട ഇവിടെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ കണ്ട. ഇതെല്ലാം നമ്മുടെ ഈ ബീച്ച് സൈഡിൽ വിൽക്കുന്നുണ്ട്. നമ്മൾ കയറിയ ഐസ്ക്രീം കട അതുപോലെ അവിടെ. ഹായ്, നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് കാണിച്ചു തരാം. കൊല്ലത്ത് പെനി ഐസ്ക്രീം. ഇവിടെ കിടിലം ബ്ലൂബെറി ഐസ്ക്രീം ഉണ്ട്. ഇവിടുത്തെ ബ്ലൂബെറി ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അത് വാങ്ങാനായിട്ട് വന്നതാണ്. കണ്ടില്ലേ, ഇതാണ് പെനി ഐസ്ക്രീം. പെനി ഐസ് കാൻഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം തന്നെ കുറേ തിരക്കുണ്ട്. നമ്മളിപ്പം കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, കൊല്ലം ബീച്ച്. ഇപ്പം സമയം വേണ്ട 9 മണി ആവാറായി. രാത്രി 9 മണിക്കുള്ള കാഴ്ചയാണ് പെനി ഐസ്ക്രീം കൊല്ലം. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് സംഭവമൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ബ്ലൂബെറി എടുക്കുള്ളൂ. നിനക്കെന്ത് വേണം? ഓക്കെ. നമ്മൾ കാത്തു വന്ന ബ്ലൂബെറി ഇവിടെ ഇല്ല. ഇപ്പം ബ്ലൂബെറി കിട്ടിയില്ല. നമ്മൾ ബ്ലൂബെറി തീർന്നു പോയെന്നാണ് പറയുന്നത്. നിനക്കെന്ത് വേണം? ഡിലൈറ്റ്. ഒരു ഡിലൈറ്റ് പറയൂ. ഒരു ചിക്കുവും ഒരു ഡിലൈറ്റും. എനിക്കൊരു പീനട്ട് ബട്ടർ എടുത്തോ. 100 രൂപ. ചിക്കു, ഡിലൈറ്റ്, പീനട്ട് 100 രൂപ. 3 കൂടി. നമുക്ക് കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, അങ്ങനെ ഇതാണ് നമ്മുടെ ക്യാഷ്. പൈസ അടച്ചല്ലേ. ബീച്ചിൽ പോയിരുന്ന് കഴിയാം. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. നമ്മൾ ബ്ലൂബെറിക്ക് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പീനട്ട് വാങ്ങിച്ചു. ഇവർ രണ്ടുപേരും ഡിലൈറ്റും ചിക്കും. അങ്ങനെ 3 വെറൈറ്റി ഫ്ലേവറുകളാണ് നമ്മൾ വാങ്ങിച്ചത്. കഴിച്ചിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. ആ ബീച്ചിൽ പോയിരുന്ന് കഴിക്കാം. ചലോ, ഇതാ പിടിക്കും. ഇത് 2 നിങ്ങൾക്കുള്ളൂ. ഇതെൻ്റെ പീനട്ട് ബട്ടർ. അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഇപ്പം പീനട്ട് ബട്ടർ 35. ഇതൊക്കെ എത്ര? 30. ഒരെണ്ണം 35, മറ്റേത് 30. 2 ഐസ്ക്രീം 35, ഒരെണ്ണം 30. 35. ബ്ലൂബെറിയൊക്കെ ആണെങ്കിൽ 45 കേട്ടോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മറ്റേ നമ്മുടെ ഹോട്ടൽ, പഴയ ബീച്ച് ഓർക്കിഡ്, ഇപ്പോഴത്തെ കൊയിലോൺ ഹോട്ടൽ, വലിയ സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ബീച്ചിലേക്ക് നമുക്ക് നടന്ന് ഐസ്ക്രീം കഴിച്ചു പോകാം. പീനട്ട് ബട്ടർ. ചെറുതായിട്ട് പീനട്ട് ബട്ടർ നമുക്ക് കഴിച്ചു നോക്കാം. കറക്റ്റ് പീനട്ടിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. പീനട്ട് കടിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. കഴിച്ചോളൂ ഐസ്ക്രീം. ഐസ്ക്രീം കുടിക്കാൻ കൊല്ലം വരെ വന്ന 3 പേർ. എന്തുവാണ് ഐറ്റം? എന്തുവാണ്? ചിക്കൂസ്. എങ്ങനെയുണ്ട്? ചിക്കൂസ് കൊള്ളാം. ഡിലൈറ്റ് എങ്ങനെയുണ്ട്? ഡിലൈറ്റ് എന്തുവാണ്? അത് നട്ട്സൊക്കെ ഉണ്ടല്ലേ? ഫ്രൂട്ടാണോ? നമ്മളിപ്പോഴും ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, തീർന്നിട്ടില്ല. പണ്ട് ഇത് കണക്ക് നമ്മൾ നൈറ്റ് കൊല്ലം ബീച്ചിലെ വീഡിയോ എടുക്കാൻ വന്നപ്പം ഇവിടെ ആയിട്ടൊരു ബജിക്കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കാണുന്നില്ല. കഴിഞ്ഞ ക്രിസ്മസിനാണെന്ന് തോന്നുന്നല്ലേ നമ്മൾ. അപ്പോൾ ഈ വർഷം അടുത്ത ക്രിസ്മസ് ആവാറായി. ഇനി 2 മാസം കൂടെ ഉള്ളൂ. ഇവിടെ ബജിക്കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മൾ ഒരു
ഒരു കുതിരയൊക്കെ അവിടെ ഉണ്ട്, 2 പിള്ളേർമാർ കുതിരയും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ നമ്മുടെ കൊല്ലം ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ രാവിലെ ഒട്ടേക്ക് ഇരിക്കുന്നവർക്ക് രാത്രി ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യാനുള്ള ട്രെയിനിൽ പോകാനുള്ളവരും എല്ലാം വന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ കൊല്ലം ബീച്ച്. ഈ കൂട്ടത്തിൽ ചിലപ്പോൾ രാവിലത്തെ വേണാടിന് അങ്ങനെയൊക്കെ ട്രെയിനൊക്കെ പോകാനുള്ളവരൊക്കെ കാണും. നമ്മൾ ഐസ്ക്രീം കുടിച്ച് തീർന്നപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഇതാ ഇവിടെ ഒരു ഈ ബജിക്കടയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടെ വന്ന് ബജി കഴിക്കണം എന്ന് ഇവർക്കൊരാഗ്രഹം. അങ്ങനെ ബജിക്കടയിലോട്ട് വന്നതാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ മുന്നറിയിപ്പ്. ഇവിടെ കുറച്ച് അപകട സാധ്യത കൂടിയ മേഖലയിൽ നിന്നാണ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം കൊല്ലം ബീച്ചിൽ വരുന്നവർ കണ്ടില്ലേ, ഈ ഒരു സ്പോട്ടിൻ്റെ ഇവിടെ വന്ന് അങ്ങോട്ട് കാല് നനയ്ക്കാൻ പോകുന്നവരായാലും അങ്ങോട്ട് ഇറങ്ങരുത്. അവിടെ ഒരു കുഴിയാണ്, അവിടെ നല്ലൊരു കുഴിയുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ ബജിക്കട. നമുക്ക് ബജിക്കടയൊന്ന് കയറി നോക്കാം. ആകെ ഒരു ബജിക്കടയുള്ളൂ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ. കോളിഫ്ലവർ ചിക്കൻ ബജി, അത് മുളക് ബജി, ആ ബജി വേണ്ട, 3 വെച്ചോ. കൊള്ളാമെങ്കിൽ ഇനി ആദ്യം ഇത് കഴിക്കട്ടെ. ആദ്യം മുളക് ബജി കഴിച്ചോ. വേണ്ട, അത് കഴിച്ചിട്ട് മതി, പൈസ ഇനി വാങ്ങിക്കണ്ടേ. അല്ല, ഓർക്കത്തില്ല ചിലപ്പോഴേ നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് വേറെ എന്തെങ്കിലും വിഷയത്തിൽ തന്നെ അങ്ങ് പോയാലേ. മുളക് ബജി എടുത്തോളൂ. ടെസ്റ്റ് ചെയ്ത് കഴിക്കും. എങ്ങനെയുണ്ട്? നൈസ്. അങ്ങോട്ട് നോക്കിയാലും ബജികൾ. ചൂടൂടെ ഉണ്ടായിരുന്നേ പൊളിച്ചണില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിക്കും. ഇങ്ങനെ കണ്ടില്ലേ, ഇത് സോസ്, അപ്പുറത്ത് മറ്റേ എരിക്കറി, രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ആഹാ. കൊള്ളാം. എരിക്കറിക്ക് ഇച്ചിരി എരിവ് കൂടുതലുണ്ട് കേട്ടോ. എരികറി കുറേശ്ശെ എടുത്തോട്ടെ, നല്ല എരിയുണ്ട്. കുറച്ചെരി. ഇതെന്താണ്? കോളിഫ്ലവർ ബജി. നീ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. മുളക് ബജി തീർന്നു. അടുത്ത് നമുക്ക് കോളിഫ്ലവർ ബജി കഴിക്കാം. എങ്ങനെയുണ്ട്? ടീ സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സ്ഥലം, നമ്മുടെ ആ പ്രതിമയൊക്കെ ഇരിക്കുന്ന അതുവഴി ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ബജി കട. സംഭവം കൊള്ളാം. ബജികൾ. കൊല്ലം ബീച്ച്. ആഹാ, കൊല്ലം ബീച്ചിൽ നിന്ന് ഇങ്ങനെ ബജി കഴിക്കുന്നത് അടിപൊളി, സൂപ്പർ. കൊള്ളാമല്ലോ ബജി. നീ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ ഇത് കഴിക്കാനായിട്ട്? അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എക്സ്മീ സുഹേഷ് സുകുമാരൻ സൈനിങ് ഓഫ്. കുറച്ചുകൂടെ ബജിയുണ്ട്, അതുകൂടെ കഴിച്ച് ഫിനിഷ് ചെയ്ത് നമ്മൾ പോകും. ടാറ്റാ.